കമൽ ജനപ്രതിനിധികളടക്കം ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ ഉണ്ടല്ലോ കമലിന്റെ കൂടെ, അവർക്കടക്കം ലഭിച്ചിരിക്കുന്ന ഈ ഓപ്പറേഷന്റെ മറ്റ് വിശദാംശങ്ങൾ എന്താണ്? രതീഷ്, വലിയ ആശ്വാസത്തിലാണ് ജനപ്രതിനിധികൾ അടക്കമുള്ളത്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് നഗരസഭാ ചെയർപേഴ്സൺ CK രത്നവല്ലിയാണ്. അവരൊന്നും ദിവസങ്ങളോളം ഉറങ്ങിയിട്ടില്ല. രാവിലെ പറയുന്നുണ്ടായിരുന്നു 4 ദിവസമായി ഉറങ്ങിയിട്ട്. 4 ദിവസമായി ഉറങ്ങിയിട്ട് ഇപ്പോഴും വളരെ ആശ്വാസം തോന്നുകയാണ്. ജനങ്ങളെ മുഖത്തേക്ക് ഫേസ് ചെയ്യാൻ തന്നെ വളരെയധികം സന്തോഷം തോന്നുകയാണ്. ഉറങ്ങാത്ത രാവുകളായിരുന്നു. എന്തിരുന്നാലും ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച മന്ത്രിമാർ, അതുപോലെ ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, അതേ മാധ്യമപ്രവർത്തകർ, ഇവിടെയുള്ള ജനങ്ങൾ എല്ലാവരും വളരെയധികം കഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് പറയാനുള്ള നഗരസഭയുടെ വലിയൊരു നന്ദിയാണ്. ഇനിയും ഇന്നലെ ഈ കർഫ്യൂ ഒക്കെ പ്രഖ്യാപിച്ചപ്പോഴും നിങ്ങൾ കൗൺസിലർമാരെയും ചെയർപേഴ്സണെയൊക്കെ വിളിച്ച ആളുകൾ വലിയ ആശങ്ക പറയണ്ടായിരുന്നു രാത്രിയൊക്കെ. അതെ, രാത്രികളൊക്കെ ഭയങ്കര ആശങ്കയാണ്. നിങ്ങളങ്ങ് പോയി വീട്ടിൽ കിടന്നുറങ്ങും, ഞങ്ങളാണ് ഇവിടെ ജീവിക്കേണ്ടേ, പാവപ്പെട്ട ജനങ്ങൾ. പിന്നെ കർഫ്യൂ പ്രഖ്യാപിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് എത്രയോ ദിവസങ്ങളായി, മാസങ്ങളായി ശമ്പളം വരെ കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് പണിയെടുത്താലേ ഞങ്ങളെ വീട് പുകയുള്ളൂ എന്നുള്ള രീതിയിൽ വരെ സംസാരിച്ച ജനങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്കും അത് കേട്ട് കഴിഞ്ഞപ്പോൾ വളരെയധികം ദുഃഖമാണ് തോന്നിയത്. എന്നിട്ട് പിന്നെ ഉദ്യോഗസ്ഥരെ വിളിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു പ്രതിനിധിത്വം അല്ല, അതിന് എന്തെങ്കിലും ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോഴവർ കിറ്റുകൾ കർഫ്യൂ പിന്നെ ഉള്ള സമയങ്ങളിൽ കൊടുക്കാന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആശ്വാസമായല്ലോ, വളരെയധികം സന്തോഷം. എന്തായാലും ഇന്നെങ്കിലും നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാലോ എന്നുള്ള വിചാരത്തിലാണ് ഇപ്പോൾ നഗരസഭയും എല്ലാ ജനപ്രതിനിധികളും അതുപോലുള്ള നാട്ടുകാരും. വളരെ നന്ദി. നഗരസഭാ ചെയർപേഴ്സൺ CK രത്നവല്ലി ചേച്ചിയാണ് സംസാരിച്ചത്. അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവർ പറയുന്നതായിരുന്നു ഏറ്റവും പ്രധാനം, ജനങ്ങളുടെ മുഖത്തേക്ക് ആശ്വാസത്തോടെ ഒന്ന് നോക്കാൻ കഴിയും, അവരെ ഫേസ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു പൊതുപ്രവർത്തകരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടേ. കാരണം എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവരോടാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് ജനങ്ങളുടെ മുഖത്തേക്ക് ആത്മവിശ്വാസത്തോടെ നോക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്ന് പറയുന്നത്. അവിടുത്തെ കുട്ടികളുടെ ആകെ ഉത്തരവാദിത്വം നഗരസഭയ്ക്ക് കൂടി വന്നു ചേർന്നിരിക്കുകയായിരുന്നു. പരീക്ഷയുള്ള കുട്ടികളെ വീടുകളിൽ നിന്ന് സുരക്ഷിതമായി സ്കൂളിൽ കൊണ്ടുപോയി പരീക്ഷ എഴുതിച്ച് തിരികെ എത്തിക്കാനുള്ള ചുമതല നഗരസഭയ്ക്കായിരുന്നു. കൗൺസിലർമാരെ ബന്ധപ്പെടണമെന്നുള്ളതായിരുന്നു അറിയിപ്പ്. അങ്ങനെ ഭാരിച്ച ഉത്തരവാദിത്വവും സമ്മർദ്ദവും ഒക്കെ അനുഭവിക്കായിരുന്നവർ